ആ ന്യൂസ് റീഡർ പെണ്ണെന്ന് ഇവിടെ വരുമോ? ആര്? പ്രിയയോ? അവളവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ആർക്കാ ഗൗഡും? അത് വേറൊരാൾ. ഇത് എത്രണ്ണാടോ? ഇതാരാ? ഇന്നോട് വരൂ. നീ ആദ്യം പോയി രജിസ്ട്രാറിനെ വിളിക്കും. അതൊക്കെ വിളിക്കാം, നീ ആദ്യം ഇത് പറ. അതൊന്നുമില്ല. 6 മാസം മുമ്പ് ഞാൻ OLX പോസ്റ്റ് ചെയ്ത മിനി കൂപ്പറിന്റെ ആഡ് കണ്ട് വണ്ടി വാങ്ങാൻ വന്നെടുത്ത് ആ കച്ചവടം നടന്നില്ല. അന്നൊരു പ്രാവശ്യം കണ്ടുള്ളൂ. അതിനുശേഷം വല്ലപ്പോഴൊക്കെ മെസ്സേജ് അയക്കും. കാണാൻ എങ്ങനെയുണ്ടാ? കാശ് കൊടുത്താ കിട്ടൂ. ഒന്ന് പോടാ പോത്തെ അവിടുന്ന്. മിനി കൂപ്പർ വാങ്ങാൻ വന്നോളല്ലേ കാശ് കൊടുത്താൽ കിട്ടുന്നു. അവക്കെന്താ ഇവിടെ പരിപാടി? ഡിഗ്രി കഴിഞ്ഞൊരു സോളോ ട്രിപ്പിലായിരുന്നു കക്ഷി. ഇതിനു മുമ്പൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ബനാറസിലും പൂനെയിലോ. അതിന്റെ ഭാഗമായിട്ട് ആളിന്ന് ഇവിടെ ഉണ്ട്. നീ ഇവിടെ വരണ കറക്റ്റ് ദിവസം നോക്കി അവളിവിടെ വരണമെങ്കിൽ അതിലെന്തോ ഉണ്ടല്ലോ. അതിന്റെ പേരാണ് വിധി. അതിനെ അങ്ങനെ വിളിക്കാനേ എനിക്കിഷ്ടം. ആളെങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഒരു ബ്രാഹ്മിൻ ലുക്കൊക്കെ ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ട ഈ സെറ്റപ്പ് ഒക്കെ വെച്ച് കിട്ടത്തേ ഇല്ലാന്ന് തോന്നുന്നു. അതെ, അത്ര കിട്ടില്ലാണോ? എനിക്കാ വല്ലതും നടക്കൂ? ചെറിയ ചാൻസ് ഒക്കെ ഉണ്ട്. ഒരു വട്ട് കേസാണ്. എന്താ അവളുടെ പേര്? ഹലോ, ഹലോ, ഇതെവിടെയാ? ഞാനിവിടെ തന്നെ ഉണ്ട്. ഞാനിവിടെ എത്തി. ഇപ്പൊ വരാം. ഹായ്. ഹായ്. സോ വി മീറ്റ് അഗൈൻ. യെസ്. എന്തായിരുന്നു പരിപാടി? നേച്ചർ സ്പോട്ട്. നിങ്ങൾ ആണുങ്ങളെ പോലെ നമുക്കിതൊക്കെ പബ്ലിക്ലി ചെയ്യാൻ പറ്റില്ലല്ലോ. ഹംപി നിങ്ങളുടെ ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നോ? ഏയ് ഇല്ല, 3 ബസ് മാറി കയറി നേരെ ഇവിടെ വന്നിറങ്ങി. ഓ, ഡു ഐ ലുക്ക് ടയർഡ്? ഏയ് നന്നായിട്ടുണ്ടല്ലോ. അത് വെറുതെ. ശരിക്കും ദേ, ഞാനൊരു ഫോട്ടോ എടുത്ത് കാണിച്ചത്. ഓക്കെ, നല്ല ഫോണാണല്ലോ. നമുക്കൊരു സെൽഫി എടുത്താലോ? നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ? വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. അപ്പൊ ഇനി ബാക്കി എന്താ പരിപാടികൾ? തൽക്കാലം നന്നായിട്ട് വിശക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അതിനെന്താ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നല്ല ഉഗ്രൻ അപ്പവും മുട്ടക്കറിയും കിട്ടുന്നൊരു കടയുണ്ട്. അങ്ങോട്ട് പോയാലോ? പോവാം. വരും. ഇതന്നെ അന്ന് കാണിച്ച സെയിം മിനി കൂപ്പറില്ലേ? ഏയ് അതൊക്കെ എപ്പോഴേ പറ്റൂ, ഇത് വേറെ. സെയിം കളറാണല്ലോ. മിനി കൂപ്പർ വാങ്ങിച്ച കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, ഇത് എൻ്റെ ഒന്നല്ല, ഇത് വിൽക്കാനിട്ടിരിക്കുന്ന വണ്ടിയാ. നമ്മളൊരു പാവം ബ്രോക്കറാണേ. പാവമൊന്നുമല്ല, അതെനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? അത് കഴിച്ചിട്ട് പറഞ്ഞാൽ പോരെ. മതി. ഭയങ്കര മ്യൂസിക് ടേസ്റ്റ് ആണല്ലോ. താങ്ക് യു. എന്ത് താങ്ക് യു? ഈ രോദനൊന്ന് നിർത്താവോ? ഇതിൻ്റെ അകത്തൊരു സംഗീതമുണ്ട്. ഒന്നുണ്ട്. എനി പ്രോബ്ലം? പ്രോബ്ലം ഉണ്ട്, പക്ഷെ ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ ക്ഷമിക്കും. சாமி சார், நாங்க வெளியில இருக்கு, சீக்கிரம் வாങ്ങൂ. സഫറ പട്ടികളുടെ കാര്യം പറഞ്ഞ എനിക്ക് അത്ര തമാശയായിട്ട് തോന്നില്ല കേട്ടാ. ഒന്ന് ഓടാൻ പോലും അവിടെ സ്ഥലമില്ല. சஃபர் எங்க? சஃபர் இடத்துக்கு வந்தாச்சு, ரிசோர்ட்ல இருக்கா. ரெஜிஸ்ட்ரேஷன் பண்ணதுக்கு அப்புறம் மீட் பண்ணலாம். அதெல்லாம் அப்படி அவனுக்கு எதுவும் ப்ராப்ளமா? பயங்கர டென்ஷன் பிடிச்ச வேலை சார். இப்போ நம்ம ஏரியா பூரா சேடோ போலீஸ் சுற்றிட்டு இருக்காங்க. நேற்று கூட பாருங்க, நம்ம பழனிசாமியை மப்டியில் வந்த லேடியை செய்து தூக்கிட்டு போயிட்டாங்க சார். ஒரே டென்ஷன். ஒரு டென்ஷன் வேண்டாம், சஃபர் லைன்ல இருக்கு. நீங்க புதுசா ஒரு ஐபோனை வரணும் சொல்லலையா? பேசுங்க. சஃபர், இது என்ன மேட்ருப்பா?
ஐஃபோன் எக்ஸ் என்னாச்சு? ஆ சரி. ஆ குட் மார்னிங் சார். ரவி சார்ட்ட കൊടുக்குறேൻ. പോലാമാ? സോറി പറയ്. ഞങ്ങൾ കോളിലേക്ക് പുറപ്പെട്ടു. കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഒരു കുഴപ്പമില്ല. കോൺഫിഡൻ്റ് ആയിട്ട് ആ മൂപ്പിൻ്റെ അടുത്ത് ചെന്ന് എഗ്രിമെൻ്റ് ഒപ്പിടിച്ചിങ്ങ് വന്നാൽ മതി. ആ പെണ്ണ് വന്നിട്ട് എന്തായി? ഒന്നും ആയില്ല. നല്ല തീറ്റി പണ്ടാരമാണെന്ന് തോന്നുന്നു. നിനക്കത് വേണം. ആ എന്തായാലും നിങ്ങളവിടെ പോയി രജിസ്ട്രേഷൻ കണ്ട് എന്നെ വിളിക്കും. ശരി, ശരി, കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. ഓക്കെ. ഒരു ചെറിയ ലാൻഡ് രജിസ്ട്രേഷൻ ഇടപാടുണ്ടായിരുന്നേ, അതിൻ്റെ കുറച്ച് കോംപ്ലിക്കേഷൻസ്. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന ശീലമുണ്ടോ? ആ ഇത് ബ്ലൂടൂത്ത് എനേബിൾഡാ, ഫോൺ ചെയ്യാൻ വേണ്ടി വെച്ചതാ. MEC ജാടയൊന്നും അല്ല കേട്ടോ. ചെറുപ്പത്തിൽ ഇതൊന്നും വാങ്ങാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. ഇപ്പോൾ ഉള്ളപ്പോൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ. അതേം പറഞ്ഞു. പിന്നെ ഹൗ വാസ് ദ സോളോ ട്രിപ്പ്? പൊളി. അയോധ്യ വാസ് ദ ബെസ്റ്റ്. നമ്മൾ ഈ കേൾക്കുന്ന പോലെയൊന്നുമല്ല. ഹിന്ദുസ് മുസ്ലിംസ് ഒക്കെ എന്ത് ഹാർമണിയിലാണെന്നറിയാം അവിടെ ജീവിക്കുന്നത്. എല്ലായിടത്തും ഹോട്ടൽ റിസർവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? നമുക്കൊണ്ടി ചെയ്തു തരാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ത്രില്ല് പോവില്ലേ? ഇപ്പോൾ ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് ഹോസ്റ്റൽസ് ഉണ്ട്, ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ബാത്റൂം ഷെയർ ചെയ്യണം എന്നൊരു ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ. ഓ, അപ്പം ഇനി എന്താ പരിപാടി? ആക്ച്വലി ഇന്നലെ വീട്ടിൽ തിരിച്ചെത്തേണ്ടതായിരുന്നു ഞാൻ. ഒരു ദിവസം ടൂർ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു. ട്രിപ്പിൻ്റെ അവസാനമല്ല. അതേതായാലും നന്നായി, അതുകൊണ്ട് കാണാൻ പറ്റിയല്ലോ. എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ? ഇവിടെ അടുത്ത് കാണാൻ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കൂൾ, ഐ എം ഗെയിം. ഇവിടെ അടുത്ത് എവിടെയാ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉള്ളത്? തൊട്ടപ്പുറത്തെ പെട്രോൾ പമ്പിലുണ്ട്. എന്നാൽ ഞാൻ പെട്ടെന്ന് കൈ കഴുകിയിട്ട് വരാം. ടോയ്ലറ്റ് വിട്ടൊരു പരിപാടിയില്ലാന്ന് തോന്നുന്നു. പേടിയുണ്ടോ? എന്തിന്? അല്ല, ഫ്രണ്ടിൻ്റെ വണ്ടിയല്ലേ. അതിനെന്താ? എന്നാ ഞാൻ സ്പീഡൊന്ന് കൂട്ടട്ടെ. ആയിക്കോട്ടെ. Are you sure? യെസ്. Okay, yo. Are you okay? Yeah. എങ്ങനെയുണ്ട്? അടിപൊളി. What happened? അല്ല, റേഞ്ച്. ഇതെങ്ങോട്ടേ പോന്നെ? ഇത് ഏതാ സ്ഥലം എന്നറിയോ? ഇല്ല, പുല്ല് റേഞ്ചും പോയി. ഇവിടെ മൊത്തം അറിയുന്ന ആളാന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം മൊബൈലിൽ റേഞ്ച് ഇല്ലാന്ന് വെച്ച് എന്താ കുഴപ്പം? യു നീഡ് ടു ഡിസ്കണക്ട് അറ്റ് ടൈം. അതല്ല, ഞാൻ ആ ലാൻഡ് ഡീലിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആണോ? എന്നാ തിരിച്ചു പോവാം. ഞാൻ വെറുതെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. ഞാൻ വെറും 10ാം ക്ലാസ് ഗുസ്തി, കുട്ടി ബയോടെക്നോളജി. ഇറ്റ്സ് ബയോമെഡിസിൻ. എത്ര തവണ പറയണം? ഓ, എന്തെങ്കിലും ആവട്ടെ. ടൈം സ്പെൻഡ് ചെയ്യാൻ എന്നെക്കാളും മെഡിക്കലായ 100 പേരെ കിട്ടില്ലേ? അത് കിട്ടും. ബട്ട് യു സോ സിമ്പിൾ, സെൽഫ് മെയ്ഡ് ആൻഡ് ഓണസ്റ്റ്. ഒറ്റ പ്രാവശ്യം കണ്ടപ്പോഴേക്കും ഇത്രയൊക്കെ മനസ്സിലായിരുന്നു. പിന്നെ ഒരാളെ മനസ്സിലാക്കാൻ ഒരു സെക്കൻഡ് മതി. എന്നെ ഇതുവരെ മനസ്സിലായില്ലേ? സത്യം പറഞ്ഞാൽ ഇല്ല. ഓക്കെ, വേണ്ട. ലെറ്റ്സ് ഗോ ബാക്ക്. എന്നെ ബസ് സ്റ്റോപ്പിലൊന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി.